ക്ലാസ്. അപ്പോൾ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ 1ാമത്തെ പാഠമാണ് പദാർത്ഥ സ്വഭാവം. അപ്പോൾ പദാർത്ഥം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ദ്രവ്യം, പദാർത്ഥം. അപ്പോൾ എന്താണ് ഈ പദാർത്ഥം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചാപ്റ്ററാണ് ഈ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു പദാർത്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എക്സ്പെരിമെൻറ്റുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന സാധാരണ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്, അതിൻ്റെ രൂപങ്ങൾ എന്ന് പറയുന്നത് ഖരം, അതായത് സോളിഡ്, പിന്നെ ദ്രാവകം, അതായത് ലിക്വിഡ്, മറ്റൊന്ന് വാതകം, അതായത് ഗ്യാസ് എന്നിങ്ങനെയാണ്. അപ്പോൾ ഖരം, സോളിഡ്, ദ്രാവകം അതായത് ലിക്വിഡ്, വാതകം അതായത് ഗ്യാസ്, എങ്ങനെയാണ് നമുക്ക് അറിയാവുന്ന പദാർത്ഥങ്ങൾ. അത് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പദാർത്ഥങ്ങളാണിത്. അപ്പോൾ ഇവയുടെ സ്വഭാവ ഗുണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ അളവ്, വെള്ളത്തിൻ്റെ അളവ് അവിടെയാണ് വരുന്നത്. ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, കാണുന്നില്ലേ? ഈ ബ്ലാക്ക് മാർക്കുള്ളിടത്താണ് ഇപ്പോൾ നമ്മുടെ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ, അപ്പർ ലെവൽ അല്ലേ? വാട്ടർ ലെവൽ കാണുന്നത് ഇതാ ഇവിടെ. ഇനി നമുക്കതിലോട്ട് ഒരു നൂലിൽ കെട്ടിയ കല്ല് താഴ്ത്തി നോക്കാം. കണ്ട, നേരത്തെ ഇവിടെയായിരുന്നു വാട്ടറിൻ്റെ ലെവൽ നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ വെള്ളത്തിലോ ഇങ്ങോട്ട് ഉയരത്തിലോട്ട് പൊങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ കഴിയും എന്താണ്, ഈ കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, അതുകൊണ്ടാണ് ആ ഭാഗത്തുള്ള വെള്ളം മുകളിലോട്ട് ഉയർന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു പദാർത്ഥമാണെന്ന്. അപ്പോൾ നമ്മളിവിടെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കണ്ടാലറിയാം ഇതൊരു എംപ്റ്റി ആയിട്ടുള്ള ബോട്ടിലാണ് അല്ലേ? അപ്പോൾ എംപ്റ്റി ആണെങ്കിലും ഇതിൽ എന്തുണ്ട്? ഇതിലൊന്നുമില്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ? ഒഴിഞ്ഞ ബോട്ടിലാണെങ്കിലും ഇതിൽ വായു ഉണ്ട് അല്ലേ? എയർ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഈ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടോ എന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാവും, ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ താഴ്ത്തുന്ന സമയത്ത് നമുക്ക് ഇത് നന്നായിട്ട് താഴ്ത്താൻ കഴിയില്ല. എന്തോ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് അല്ലേ, നമ്മളിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ തടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഇതിങ്ങനെ അമർത്തിയ ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ചെരിച്ച് കൊടുക്കുക ഈ ബോട്ടിൽ. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ കഴിയും? ഓക്കെ, ബബിൾസ് അല്ലേ? അതെന്താണ്? ഈ ബോട്ടിലുണ്ടായിരുന്ന വായു അല്ലെങ്കിൽ എയർ പുറത്തോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ കണ്ടോ? അപ്പോൾ അതിനുള്ളിലോട്ടെല്ലാം വെള്ളം കയറി, ബോട്ടിലെ വായു ഇരുന്ന സ്പേസിലോട്ട് വെള്ളം കയറിയത് കൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന എയർ അല്ലെങ്കിൽ വായു പുറത്തോട്ട് വന്നത്. അപ്പോൾ വായുവിനും സ്ഥിതി ചെയ്യാൻ എന്ത് വേണം? സ്പേസ് വേണം അല്ലെങ്കിൽ സ്ഥലം വേണമെന്ന് മനസ്സിലായി അല്ലേ? എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഒരു ദ്രവ്യം അല്ലെങ്കിൽ ഒരു പദാർത്ഥം എന്താണെന്ന് മനസ്സിലായി. സ്ഥിതി ചെയ്യാൻ എന്ത് വേണം? സ്ഥലം ആവശ്യമുണ്ട് അല്ലേ? സ്ഥിതി ചെയ്യാൻ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എന്തും വേണം? മാസ്, അതായത് പിണ്ഡം. ഈ വസ്തുക്കൾക്ക് മാസ് അല്ലെങ്കിൽ അതായത് പിണ്ഡം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇംഗ്ലീഷിലാക്കി പറഞ്ഞു നോക്കാം. എ മാറ്റർ ഓർ which needs space to occupy. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള matter is a substance which needs space to occupy and it has mass. ഇതിന് മാസ് ഉണ്ട്, അതുപോലെ occupy ചെയ്യാൻ സ്പേസ് വേണം, സ്ഥലം ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയുന്നത്, മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ what is a matter എന്ന് ചോദിച്ചാൽ it is a substance which needs space to occupy and it has mass. ഇങ്ങനെയുള്ളതിനാണ് നമുക്ക് ദ്രവ്യം അല്ലെങ്കിൽ
മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ അവസ്ഥയായിട്ടുള്ള ഖരാവസ്ഥയുടെ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള വസ്തുക്കൾ നമുക്കറിയാം, ഏതൊരു സോളിഡ് ആയിട്ടുള്ള വസ്തു എടുത്താലും അതിനൊരു പ്രത്യേക രൂപമുണ്ടാകും, അതായത് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാകും, നിശ്ചിതമായിട്ടുള്ള ഒരു രൂപം അതിനുണ്ടാകും. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം? നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു ക്യൂബ് എടുക്കാം. എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ കട്ട, സോപ്പിൻ്റെ കട്ടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സോളിഡ് ആയിട്ടുള്ള വസ്തു, ഖരാവസ്ഥയിലുള്ള വസ്തു. ഈ ഖരാവസ്ഥയിലുള്ള വസ്തുക്കളിലെ ഓരോ കണികകളും, അതായത് ഇതുണ്ടാക്കിയിട്ടുള്ള കണികകൾ വളരെ അടുത്തടുത്തായിട്ടാണ് അടുക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ്, ഈ കണികകളുടെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത് വളരെ അടുത്തടുത്തായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സോളിഡ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾക്കെല്ലാം എന്തുണ്ടാകും? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ആകൃതി ഉണ്ടാവും. കല്ലുകൾ, അതുപോലെ ചോക്ക്, അതുപോലെ സോപ്പ്, അതുപോലെയുള്ള എല്ലാം സോളിഡ് ആയിട്ടുള്ള വസ്തു നമുക്കറിയാം, അതിനെല്ലാം ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും, അതായത് ഒരു നിശ്ചിതമായിട്ടുള്ള രൂപമുണ്ടാവും. പിന്നെ ഇതിൽ നമുക്ക് പറയാൻ കഴിയുന്നത്, ഇതിലെ തന്മാത്രകൾ, കണികകളെല്ലാം വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നത്, അല്ലേ? വളരെ അടുത്താണ്, ഒരു സ്പേസും അവയ്ക്കിടയിലില്ല. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാൻ പറ്റും? അവയ്ക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, അതായത് ആകർഷണ ബലം വളരെ കൂടുതലാണെന്ന് പറയാൻ പറ്റും. ഇവയുടെ ഖരാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള വസ്തുവിലെ പാർട്ടിക്കിൾസ് ഓർ കണികകൾ the particles are very closely arranged. അല്ലെങ്കിൽ നമുക്കറിയാം, കണികകളെല്ലാം വളരെ അടുത്തടുത്തായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവയ്ക്കിടയിൽ the attractive force between these particles are very high. കണികകൾക്കിടയിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഷേപ്പ് ഉള്ളവയാണ് ഖരവസ്തുക്കൾ. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്, മാത്രമല്ല ഇവയ്ക്കിടയിലുള്ള ഗ്യാപ്പ്, ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ഇവയ്ക്കിടയിലുള്ള അകലം കുറവാണ്. മറ്റൊന്ന് ആദ്യം നമുക്കൊന്ന് പറയാം, നിശ്ചിത ആകൃതി ഉണ്ടെന്ന് പറയാം, അല്ലേ? നിശ്ചിതമായിട്ടുള്ള ആകൃതിയുള്ളവയാണ് ഖരവസ്തുക്കൾ. കണികൾക്കിടയിലുള്ള അകലം വളരെ കുറവാണ്. അതുമാത്രമല്ല അവ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് കൂടുതലാണ്. ആകർഷണ ബലം വളരെ കൂടുതലാണെന്ന് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിൻ്റെ ഡെഫിനിറ്റ് ഷേപ്പ് കിട്ടാനുള്ള കാര്യം. പിന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എക്സ്പെരിമെൻറ്റിലൂടെ പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് അതെന്തൊക്കെയാണ് അത് നമുക്ക് നോക്കാം, ഓരോരോ എക്സ്പെരിമെൻ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, ഈ ഖരാവസ്തുക്കൾക്കെല്ലാം സ്ഥിതി ചെയ്യാൻ ഒരു സ്പേസ് വേണം, അല്ലേ? അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഓർ സോളിഡ് സ്റ്റേറ്റ് requires space to occupy. സ്ഥിതി ചെയ്യാനുള്ള സ്ഥലം ആവശ്യമാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്കറിയാം, നമുക്ക് ഏതൊരു ഖരവസ്തു എടുത്തിട്ട് തൂക്കി നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്? അതിനൊരു മാസ് കിട്ടുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇവയ്ക്കെല്ലാം മാസ് ഉണ്ട്, അല്ലെങ്കിൽ പിണ്ഡം ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഒരു ഖരവസ്തുവിൻ്റെ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇനി ഇതിനേക്കാൾ കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അടുത്തതാണ് രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദ്രാവകമാണ്, അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ്, അല്ലേ? അപ്പോൾ നമുക്ക് ദ്രാവകം എന്ന് പറയാൻ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അറിയാം. ചായ, കോഫി, പിന്നെ അതുപോലെ തന്നെ ജ്യൂസ്, വാട്ടർ, വെള്ളം, അതെല്ലാം ലിക്വിഡാണ്, അല്ലേ? ദ്രാവകാവസ്ഥയിലാണ്. അപ്പോൾ ഏതൊരു ലിക്വിഡ് നമുക്ക് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം വേണം, അല്ലേ? ഏതൊരു ദ്രാവകം എടുക്കണമെങ്കിലും ഒരു പാത്രം വേണം. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചാൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും, അല്ലേ? ഇതിലിങ്ങനെ വെള്ളം ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുകളിലൊരു ലൈനൊക്കെ ആയിട്ട്
ഇതിൻ്റെ ഒരു ലെവല് വാട്ടർ എത്രത്തോളം ഉണ്ടെന്നുള്ളതിൻ്റെ ലെവലൊക്കെ കാണിക്കും. അപ്പോൾ ഇതിനെല്ലാം സ്ഥിതി ചെയ്യാൻ എന്ത് വേണം? വാട്ടറിനെ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞു അല്ലേ നമ്മൾ നേരത്തെ ഖരാവസ്ഥയിൽ പറഞ്ഞല്ലേ, ഓക്യുപ്പൈ ചെയ്യാൻ സ്ഥലം വേണം. അതുപോലെ തന്നെ ഇതിൽ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് എന്താണ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിലാണ് ഈ വെള്ളം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതിന് അവിടെ എന്തുണ്ട്? സ്ഥലം ആവശ്യമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ദ്രാവകത്തിൻ്റെ ഒരു രൂപം നോക്കിക്കുക, അത് നമുക്കൊരു നിശ്ചിത രൂപമെന്ന് പറയാൻ പറ്റും. നേരത്തെ ഒരു ഗ്ലാസ്സിലാണ് വാട്ടർ ഇരിക്കുന്നത് അല്ലേ, ജലം ഇരിക്കുന്നത്. ഞാനിതൊരു ബോട്ടിലോട്ട് അങ്ങോട്ട് മാറ്റിയാൽ എന്തായിരിക്കും? അത് വേറൊരു രൂപത്തിലോട്ട് മാറും അല്ലേ. ഗ്ലാസ്സിലുള്ളത് ആ ബോട്ടിലോട്ട് വെള്ളം ഒഴിച്ചു നോക്കാം, അതിൻ്റെ ഷേപ്പ് മാറി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഏത് പാത്രത്തിലാണോ അതിൻ്റെ ഷേപ്പായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്ത് പറയാം? ഇത് the shape of liquid is the shape of container. It occurs the shape of container. കണ്ടെയ്നറിൻ്റെ ആകൃതി അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ആകൃതി ആയിരിക്കും എന്തിന്? അതെ, അതിൻ്റെ ആകൃതി ആയിരിക്കും ആ ലിക്വിഡിന് അല്ലെങ്കിൽ ആ ദ്രാവകത്തിന് ഉണ്ടാകുന്നത്. ഇനി ദ്രാവകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒരു ഒഴുകുന്ന രൂപമാണ് അല്ലേ. ഒരു എക്സാമ്പിൾ നോക്കൂ. നമുക്ക് ദ്രാവകത്തിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ പാർട്ടിക്കിളിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എക്സ്പെരിമെൻ്റാണിത്. അപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ള ചെറുപയറാണ് ഈ ഗ്ലാസ്സിൽ. അപ്പോൾ നമുക്ക് ഓരോ പയർമണിയും എന്തായിട്ട് കണക്കാക്കാം? ലിക്വിഡിലെ കണിക, അതായത് ദ്രാവകത്തിലെ കണിക അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിൾസ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇത് ഓരോ പാർട്ടിക്കിളും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്, ഒന്നായിട്ട് നമുക്ക് ഒരുമിച്ച് തോന്നും അല്ലേ. അപ്പോൾ ഇതിൽ വാട്ടർ ലെവൽ നിൽക്കുന്ന പോലെ തന്നെ ഇതിലുള്ള ഈ പയർമണികൾ നിൽക്കുമ്പോൾ നോക്കി ഒരു ലെവലുണ്ട്. പക്ഷെ ഇതെന്ത് ചെയ്യുന്നു? ഒരുമിച്ച് മൂവ് ചെയ്താലും അവ ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ആയിട്ട് തോന്നും. എങ്ങനെയായാലും എന്താണ്, പാർട്ടിക്കിൾസ് എല്ലാം ഒരുമിച്ച് മൂവ് ചെയ്യും, പക്ഷെ അവരെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ തമ്മിൽ ഒട്ടിയിട്ടോ അങ്ങനെ അടുക്കായിട്ടൊന്നും നിൽക്കുന്നില്ല. ഇവ എല്ലാം നിൽക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കും, ആ ലിക്വിഡിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഫ്ലോ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലേ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒഴുകുന്നത്. അപ്പോൾ നോക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിൽ ലിക്വിഡ് എടുക്കുമ്പോൾ ഇതിലെ പാർട്ടിക്കിൾസ് എല്ലാം ആ പാത്രത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ എന്താണ്, ഓരോ കണികകളും അടുത്തടുത്തല്ല, കുറച്ച് അകലം പാലിച്ചുകൊണ്ടാണ് ക്രമീകരിച്ചിട്ടുണ്ടാവുക അല്ലേ. ഒരു ഗ്ലാസ്സിൽ ഇരിക്കുന്ന വാട്ടറിലെ ഈ കണികകളെല്ലാം കുറച്ച് അകലം പാലിച്ച്, അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ആ എക്സാമ്പിളിൽ അത് ഒഴുകുന്ന പോലെ കണ്ടില്ല. അപ്പോൾ ഇതിൽ ഈ കണികകളെല്ലാം എന്തുണ്ട്? ആ കണ്ടെയ്നറിൽ അകത്ത് അല്ലെങ്കിൽ ആ ലിക്വിഡിൽ ആ ദ്രാവകത്തിൽ തന്നെ ഉണ്ട്, പക്ഷെ എന്താണ്, അവ തമ്മിലൊരു അകലമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഖരാവസ്ഥയിലുള്ളതിനേക്കാളും അകലം ഇവയ്ക്കിടയിലുണ്ട്. മാത്രമല്ല ഇവയ്ക്ക് ഇടയിലുള്ള ആകർഷണ ബലം എന്തുണ്ട്? കുറച്ച് കുറവുണ്ട്. ഏതിനേക്കാളും? ഖരവസ്തുക്കളിലുള്ളതിനേക്കാളും അല്ലേ. ഖരവസ്തുക്കളിലുള്ളതിനേക്കാളും എന്തുണ്ട്? ആകർഷണ ബലം കുറവാണ്. പിന്നെയോ അകലം ഇത്തിരി കൂടുതലുമാണ് അല്ലേ. അകലം കൂടുതലുമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏത് പാത്രത്തിലാണോ ആ വാട്ടർ ഇരിക്കുന്നത് അല്ലെങ്കിൽ ലിക്വിഡ് ഉള്ളത്, ഏത് കണ്ടെയ്നറിലാണോ അതിൻ്റെ ഷേപ്പാണ് കിട്ടുക, അതിൻ്റെ ആകൃതിയാണ് കിട്ടുന്നത്. മാത്രമല്ല ഇതിലെ കണികകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ഖരാവസ്ഥയിലുള്ളതിനേക്കാളും. മാത്രമല്ല ആകർഷണ ബലം എന്ന് പറയുന്നത് കുറവുമാണ്. ഓക്കെ, ഇനി നമുക്ക് ഏതാ പറയാനുള്ള? ഇതിന് സ്ഥലം ആവശ്യമുണ്ടോ? അത് ഓൾറെഡി ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞു, എന്നാലും നമുക്കൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. സ്ഥലം ആവശ്യമുണ്ടോ എന്നുള്ളത് അല്ലേ. പിന്നെ മാസ് ഉണ്ടോ നോക്കാൻ. അതെന്ത് ചെയ്യണം? ഇതിനൊരു മാസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തു, അല്ലെങ്കിൽ ആദ്യം ഒരു പാത്രം എടുത്തത് ആദ്യം അതിൻ്റെ വെയിറ്റ് കാണും, എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അതിൻ്റെ വെയിറ്റ് കാണുന്നു. അപ്പോൾ നമുക്ക് അറിയാം കുറച്ച് വെയിറ്റ് കൂടിയതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്തുണ്ട്? വെള്ളത്തിന് കുറച്ചുകൂടെ മാസ് ഉണ്ടെന്ന്. അതായത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ അതാ ഈ പാത്രത്തിൽ കുറച്ച് ഈ ബീക്കർ
ബീക്കർ എക്സ്പെരിമെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ലാബിൽ. ഈ ബീക്കർ എടുത്തിട്ട് ഞാൻ ആദ്യം അതിൻ്റെ വെയിറ്റ് നോക്കി നോക്കാം. അപ്പോൾ ഒരു 250 ഗ്രാം എന്ന് കിട്ടി നോക്കാം. അപ്പോൾ ഇതിൽ പിന്നീട് ഫസ്റ്റ് നമ്മൾ ബീക്കർ തനിയെ വാട്ടർ ഒന്നും ഒഴിക്കാതെ, വെള്ളം ഒഴിക്കാതെ തനിയെ എടുത്ത വെയിറ്റാണിത് 250 ഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചു. ഇത് മറ്റൊരു ബീക്കറായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ബീക്കറിൽ അതേ ബീക്കർ തന്നെയാണ്, അതിൽ എന്തായി വെള്ളം ഒഴിച്ചു, ഒരു 3/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തൂക്കി നോക്കിയപ്പോൾ 450 ഗ്രാമാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ മാസ് കൂടി അല്ലേ? ആദ്യം 250 ഗ്രാം ആയിരുന്നു, പിന്നീട് നോക്കിയപ്പോൾ 450 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടില്ലേ? 250 ഗ്രാം 450 ഗ്രാം ഇവ എത്ര കൂടിയിട്ടുണ്ട്? 200 ഗ്രാം കൂടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മളെടുത്ത ആ വെള്ളത്തിൻ്റെ മാസ് എത്രയുണ്ട്? 200 ഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിനും എന്തുണ്ട്? മാസ് ഉണ്ട് അല്ലേ? മാസ് ഉണ്ട്. ഇനി സ്പേസ് ആവശ്യമുള്ളൂ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അടുത്തെന്ന് പറയുന്നത് വാതകമാണ് അല്ലേ? വാതകം അല്ലെങ്കിൽ ഗ്യാസ്. വാതകം അല്ലെങ്കിൽ ഗ്യാസ്. അപ്പോൾ വാതകം നമുക്ക് ഒരിക്കലും കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഈ വാതകത്തിൽ ഏതെങ്കിലും കളേർഡ് പാർട്ടിക്കിൾസ് ഉൾക്കൊണ്ടാൽ നമുക്കത് കാണാൻ കഴിയും. ഇപ്പോൾ സ്മോക്ക്, ഫോഗ് പോലെയുള്ള രൂപങ്ങളെല്ലാം കാണാൻ കഴിയും. ഇപ്പോൾ സ്മോക്ക് എന്ന് പറയുന്നത് എയർ തന്നെയാണ് സ്മോക്കിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്മോക്കിനെ കാണാൻ കഴിയുമോ? എന്നാൽ നമുക്ക് വാതകം ഫീൽ ചെയ്യും അല്ലേ? നമുക്ക് കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ അടിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും പേപ്പർ പാറുന്ന സമയത്ത് നമുക്ക് അതിലൊരു കാറ്റ് അടിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇലകൾ ഇളകുമ്പോൾ അവിടേക്ക് എന്തുണ്ട്? എയറിൻ്റെ മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണുക അല്ലേ? വാതകം, അതായത് എയർ, വായു, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായു ചലിക്കുമ്പോഴാണല്ലോ കാറ്റുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതിനൊരു പ്രത്യേക നിശ്ചിത ആകൃതി ഇല്ല എന്ന് തന്നെ പറയാം. നിശ്ചിത ആകൃതി ഇല്ല. ഇപ്പോൾ അതിൻ്റെ കണ്ടെയ്നറിൻ്റെ ആകൃതിയാണെന്ന് പറയാൻ കഴിയില്ല അല്ലേ? ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ വായു എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ആകൃതി എന്ന് പറയാനൊന്നും പറ്റില്ല. അന്നേരം പിന്നെ ഇതിനൊരു പ്രത്യേക ഷേപ്പില്ല നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ ഈ ഗ്യാസ് പാർട്ടിക്കിൾ, വാതകത്തിലെ കണികകൾ എന്ന് പറയുന്നത് വളരെ ലൂസായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ അകലുണ്ട്. ഇവർക്ക് തമ്മിൽ അകലം വളരെ കൂടുതലാണ് അല്ലേ? അകലം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇവ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ്? വളരെ കുറവായിരിക്കും. ആകർഷണം വളരെ കുറവായിരിക്കും കേട്ടോ. ആകർഷണം വളരെ കുറവാണ്. അതുപോലെ തന്നെ അകലം വളരെ കൂടുതലാണ്. ഇനി ഇതിന് നമുക്ക് ഒരുപാട് എക്സാമ്പിൾ അറിയാം. അപ്പോൾ വായുവാണ് നമുക്ക് മെയിനായിട്ടുള്ള എക്സാമ്പിൾ അറിയാം. പിന്നെ ഒരുപാട് വാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ വായു അല്ലാതെ തന്നെയുണ്ട്. ഓക്സിജൻ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ നൈട്രജൻ എന്ന് പറഞ്ഞൊരു വാതകമുണ്ട്. പിന്നെ ഒരുപാട് വാതകങ്ങൾ, ഹൈഡ്രജൻ അല്ലെ? ഹൈഡ്രജൻ ബലൂണ്, ഹീലിയം ബലൂണ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ? നമ്മൾ കുട്ടികൾ കയ്യിൽ വാങ്ങി കൊടുക്കാറുണ്ട്. അതിങ്ങനെ ഉയർന്നു പോയി, സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഉയർന്നു പോകാറുണ്ട്. അപ്പോൾ ഇതെല്ലാം വാതകമാണ്. പക്ഷെ നമുക്ക് അതിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഓരോരോ ഗുണങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത് ഒന്ന്, ആകൃതി ഇല്ല. വാതകത്തിന് ആകൃതി ഇല്ല എന്ന് പറയാം, നിശ്ചിതാകൃതി ഇല്ല. എന്നാലോ അവയിൽ കണികകളൊക്കെ ഉണ്ട്. അവ വളരെ അകലത്തിലാണ് അറേഞ്ച് ചെയ്തത് കൊണ്ട് തന്നെ ആകർഷണ ബലം കുറവാണ്. കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറവാണ്. ഇനി ഈ വാതകത്തിന് നിലനിൽക്കാൻ സ്പേസ് വേണം, അല്ലെങ്കിൽ അതിന് സ്ഥിതി ചെയ്യാൻ സ്പേസ് വേണം എന്നുള്ള ഒരു എക്സാമ്പിൾ അത് നമുക്ക് നോക്കണം. ഒരു എക്സ്പെരിമെന്റ് വെച്ച് നോക്കാം. പിന്നെ മറ്റൊന്ന്, മാസ് ഉണ്ടോ എന്നറിയാൻ, അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അല്ലേ? എന്ത് വേണം? സ്പേസ് വേണം അല്ലേ? സ്ഥിതി ചെയ്യാൻ സ്പേസ് വേണം. വാതകത്തിനും സ്ഥിതി ചെയ്യാൻ സ്പേസ് വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു ദ്രവ്യം എന്ന് പറയുന്നത്. വാതകത്തിനും സ്ഥിതി ചെയ്യാൻ സ്ഥലമെന്ന് മനസ്സിലായി. ഇനി മറ്റൊരു എക്സ്പെരിമെന്റ് പറയുന്നത് മാസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഒരു നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് തന്നെയാണ്. ഒരു സ്കെയിലിൽ വെച്ചിട്ട് രണ്ട് ഭാഗത്തും ഒരേപോലെയുള്ള ബലം, ഒരേ ആകൃതിയിൽ നമ്മൾ വീർപ്പിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഇവിടെ വേണമെങ്കിൽ ഒരു ഇത് വെക്കാം, അല്ലെങ്കിൽ സ്കെയിലിൻ്റെ പൊതുവെയുള്ള ചലനം നോക്കിയാലും മതി.
ഇതിലൊരു ചെറിയ സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് ഒരു ചെറിയ പിന്നുകൊണ്ട് അത് രണ്ട് ബലൂൺ വീർപ്പിച്ചാണ് കെട്ടിയിട്ടുള്ളത് അല്ലേ. ഒരേ ആകൃതിയിൽ ഒരേ വലുപ്പത്തിൽ വീർപ്പിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ സെല്ലോ ടാപ്പ് ഒട്ടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ ചെറുതായിട്ടൊരു പിന്ന് കൊണ്ട് കുത്തണം. അതിനാണ് സെല്ലോ ടാപ്പ് ഒട്ടിച്ചത്. പെട്ടെന്ന് കുത്തുന്ന സമയത്ത് ഒന്നായിട്ട് പൊട്ടിപ്പോകും. അപ്പോൾ നമുക്ക് ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് ചെറിയ ഒരു ഹോൾ ചെറുതായിട്ടൊന്ന് കുത്തുമ്പോൾ ആ ഹോളിലൂടെ ഇങ്ങനെ എയർ പുറത്തോട്ട് പോകും. അങ്ങനെ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ബലൂണ് ഷ്രിങ്ക് ചെയ്യും അല്ലെ, ചുരുങ്ങി വരും. അങ്ങനെയാകുമ്പോൾ ഈ ബലൂണിലെ എയർ പുറത്തോട്ട് പോയി, വായു പുറത്തോട്ട് പോയി. അപ്പോൾ എങ്ങനെയാവും, ഈ ബലൂണ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്ത്, ഈ സ്കെയിൽ ഇങ്ങനെ താഴോട്ട് ചെരിയുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇങ്ങനെ താഴോട്ട് ചെരിയാൻ കാരണം എന്താ, ഇതിലെ എയർ എല്ലാം പോയത് കൊണ്ട് ഈ ബലൂണിലെ എയർ അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും ഈ ബലൂണിനായിരിക്കും കൂടുതൽ ഭാരം അല്ലെ, മാസ് ഉള്ളത്. അപ്പോൾ മാസ് കൂടുതലുള്ള ബലൂൺ ഇങ്ങനെ താഴോട്ട് തോന്നും. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ത്, വായുവിനും അല്ലെങ്കിൽ വാതകത്തിനും എന്തുണ്ട്, മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എല്ലാ ഗുണങ്ങളും പഠിക്കാം. നിശ്ചിത ആകൃതിയില്ല, അകലം വളരെ, കണികകൾ തമ്മിലുള്ള വായുവിൽ അല്ലെങ്കിൽ വാതകത്തിലെ കണികകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാതകത്തിലെ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. എന്നാൽ വാതകത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്കൊരു മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യമായിട്ട് കണക്കാക്കാം. അതുപോലെ അതിന് മാസും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ 3 സ്റ്റേറ്റുകൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 അവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ്റെ അതുപോലെ ബാക്കി നക്ഷത്രങ്ങളിലൊക്കെ ഉൾഭാഗത്ത് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. അപ്പോൾ ഈ പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥയിൽ വസ്തുക്കൾ ഉയർന്ന താപനിലയിൽ, അതായത് സൂര്യൻ്റെ നക്ഷത്രങ്ങളുടെയൊക്കെ കേസിൽ പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഉയർന്ന താപനിലയിൽ അയണീകരിക്കപ്പെട്ട ഒരു അവസ്ഥയാണ്. ഏറ്റവും ഉയർന്ന താപനിലയിൽ വസ്തുക്കൾ അയണുകളുടെ അവസ്ഥയിൽ, അയണീകരിക്കപ്പെട്ട അവസ്ഥയിൽ കാണപ്പെടുന്ന ആ അവസ്ഥയാണ് എന്ത് പറയുന്നത്, പ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി ബാക്കി 2 5, 6 ഈ 2 അവസ്ഥകൾ നമുക്ക് ലബോറട്ടറിക്കലി ആയിട്ട്, അതായത് ലബോറട്ടറിയിൽ മാത്രം നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന 2 അവസ്ഥകളാണ്. അതൊന്ന് ബോസ് ഐൻസ്റ്റൈൻ കണ്ടെത്തിയത്. അപ്പോൾ നമുക്കറിയാവുന്ന 2 ശാസ്ത്രജ്ഞന്മാരാണ്, ജഗദീഷ് ചന്ദ്ര ബോസ് അതുപോലെ ഐൻസ്റ്റൈൻ അല്ലേ. അപ്പോൾ അവരുടെ പേരുകൾ വെച്ചിട്ടാണ് ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. അതേപോലെ 6ാമത്തെന്ന് പറയുന്നത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ബാക്കി 3 അവസ്ഥകളാണിത്. അപ്പോൾ ആദ്യത്തെ 3 അവസ്ഥകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഖരം, ദ്രാവകം, വാതകം, പിന്നെ പ്ലാസ്മ, ബോസ് ഐൻസ്റ്റൈൻ, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പോൾ ഇത്രയുമാണ് ദ്രവ്യങ്ങളുടെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഇത്രയുമാണ് ദ്രവ്യങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് പറയാം ദീസ് ആർ ദ മെയിൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ.